ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 301-ാമത്തെ ക്ലാസ്. വിവാഹ നിയമങ്ങളാണ് പറയുന്നത്. അൽ അദ്ലു ബൈനൻ നിസാഇ, പെണ്ണുങ്ങളുടെ ഇടയിൽ നീതി ചെയ്യാൻ കഴിയണം എന്നതാണ് ചർച്ച. ലിർ റജുലി, പുരുഷന് പറ്റുന്നതാണ് അയ്യത്തസവ്വജ, വിവാഹം കഴിക്കൽ, മാ ത്വാബലഹു, അവന് പറ്റിയ സ്ത്രീകളെ, മസനാവ സുലാസവ റുബാഴ്, 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അത്രയും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കൽ അവന് അനുവാദമുണ്ട്. 1-ൻ്റെ മേലെ 2 വേണമെങ്കിലാവാം, അല്ലെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ 4 ആവാം. ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈലം യഹ്തജ് ഇല അക്സറ മിൻ വാഹിദത്തിൻ, ഒരു പെണ്ണിനേക്കാൾ കൂടുതൽ അവന് ആവശ്യമില്ലെങ്കിൽ, ഒരു ഭാര്യയെ ആവശ്യമുള്ളൂ. ഔ ഖാഫ അദ്മൽ ഖിയാമി ബി ഹുഖൂഖിഹിന്ന, അല്ലെങ്കിൽ ബഹുഭാര്യത്വം സ്വീകരിച്ചാൽ, ഒന്നിലധികം പെണ്ണുങ്ങളെ സ്വീകരിച്ചാൽ അവരുടെ ഹക്ക്, അവരോടുള്ള ബാധ്യത നിറവേറ്റാൻ കഴിയൂലാന്ന് ഇവന് പേടിയുണ്ടെങ്കിൽ ഫല്ലൗല, അപ്പോൾ ഏറ്റവും നല്ലത് അൽ ഇക്തിസാർ വല വാഹിദ, ഒരു പെണ്ണിൻ്റെ മേൽ ചുരുക്കലാകുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം 4 വരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടുള്ള ഹക്ക്, അവരോടുള്ള ബാധ്യതകൾ വീട്ടാൻ കഴിയണം. അങ്ങനെ വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവൻ വലിയ അപകടത്തിൽപ്പെടും. ജീവിതം എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ മാത്രമല്ലല്ലോ, അനന്തമായ ജീവിതം പരലോകത്താണ്. അതല്ലേ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ആ പരലോക ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ബഹുഭാര്യത്വം സ്വീകരിച്ചവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹക്ക് പാലിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ആവശ്യമേ ഉള്ളൂ എന്നൊക്കെയാണെങ്കിൽ ആ 1 മാത്രം മതി. വയഹ്റുമുൽ ജമ്മു ബൈന അക്സറ മിൻ 40, 4-നേക്കാൾ കൂടുതൽ ഭാര്യമാരെ ഒരുമിച്ച് നിർത്തൽ ഹറാമാണ്. ഒരാൾക്ക് 4-ൽ കൂടുതൽ ഭാര്യമാർ ഒരു സമയത്തുണ്ടാവുക എന്നത് പരിശുദ്ധ ദീൻ അനുവദിച്ചിട്ടില്ല. ഖാലല്ലാഹു തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫങ്കിഹു മാ ത്വാബലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാഴ്, പുരുഷ സമൂഹം നിങ്ങൾക്ക് പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയവരെ കല്യാണം കഴിക്കാം, ഈ 2-ഉം 3-ഉം നന്നാലും. ഒരു പുരുഷന് 1-ൽ കൂടുതലാകാം, അത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഒക്കെ ആവാം. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, അവിടെ നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫവാഹിദത്തൻ, ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം, 1-ൽ അവസാനിപ്പിക്കണം എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മെ പഠിപ്പിച്ചു. സൂറത്തു നിസാഇൻ്റെ 3-ാമത്തെ ആയത്താണ് ഈ ഓതിയത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇദാ കാന ഇൻദ റജുലി ഇംറഅത്താനി, ഒരു പുരുഷൻ്റെ അടുക്കൽ 2 പെണ്ണുങ്ങൾ ഉണ്ടായാൽ, 2 ഭാര്യമാരുണ്ട്, 3-ഉം 4-ഉം അല്ല, 2 ആളേ ഉള്ളൂ എങ്കിൽ തന്നെ അവിടെ തന്നെ തങ്ങൾ പറയാണ്, ഫലം യഅദിൽ ബൈനഹുമാ, ആ 2 പെണ്ണുങ്ങളുടെ ഇടയിൽ നീതി ചെയ്യാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, അവൻ വരും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ അവൻ വരുന്നത്, വഷിഖുഹു മാഇലുൻ ഔ സാഖിത്തുൻ, അവൻ്റെ ഒരു ഭാഗം ചെരിഞ്ഞിട്ട്, അവന് ഒരു വികലാംഗനായി, ഒരു ഭാഗത്തേക്ക് കുഴഞ്ഞവനായിട്ട് ചാഞ്ഞുകൊണ്ട് അവൻ വരും. അവൻ്റെ ആ ദുനിയാവിലെ നീതികേട് പരലോകത്ത് പ്രകടമാകുന്ന ശൈലിയാണ് ഉണ്ടാവുക. റവാഹു അബൂദാവുദ, ഇമാം അബൂദാവുദ് റഹിമഹുല്ലാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വളരെ മോശമാകുന്ന സാഹചര്യം അവന് പരലോകത്ത് വരേണ്ടി വരുമെന്നാണ് ദീനിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ലളിതമായി കുറഞ്ഞ രൂപത്തിൽ ഈ കിതാബ് അതിൻ്റെ രൂപങ്ങൾ വിശദീകരിക്കുകയാണ്. വിശാലമായി പറയുന്ന കിതാബല്ലല്ലോ, ചുരുങ്ങിയ രൂപത്തിൽ. ഫമങ്കാന തഹ്തഹു അദദും മിന സൗജാത്തി, ഒരാളുടെ കീഴിൽ ഭാര്യമാർ പലതുണ്ടായാൽ, യജിബു അലൈഹി അൽ ഖസ്മു ലഹുന്ന, പെണ്ണുങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കൽ അവന് നിർബന്ധമാണ്. വീതം നൽകണം എന്ന് പറഞ്ഞാൽ എന്താ?
വഹുവൽ അദ്ലു ബൈനഹുന്ന ഫിൽ മുക്സി, പെണ്ണുങ്ങളോടുകൂടെ പാർക്കുക, താമസിക്കുക എന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ നീതി പുലർത്തുക. അതാണ് ഈ കസ്മ് എന്ന് പറയുന്നത്, വീതം വെക്കുക എന്ന് പറഞ്ഞാൽ അതാ. അതായത് പല ഭാര്യമാരുണ്ട്, അതിങ്ങനെ പേരിനുണ്ട് എന്ന് മാത്രം, അതിലേതോ ഒരു പെണ്ണിൻ്റെ അടുക്കലാണ് താമസം. അതൊന്നും പറ്റൂല, ദീൻ അത് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഫൈദാ മക്കസ ഇൻദ വാഹിദത്തിൻ സമനൻ, ഒരു കാലഘട്ടം ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഒരാൾ താമസിച്ചാൽ വജബ അലൈഹി, അവന് നിർബന്ധമാണ് ഐ യംകുസ മിസ്ല ദാലിക, ഈ പെണ്ണിൻ്റെ അടുക്കൽ താമസിച്ച അതേ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിനോട് തുല്യമായ കാലം അവൻ പോയി താമസിക്കണം. ഇന്ദൽ ബാക്കിയാത്തി, മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുക്കലും പോയി താമസിക്കണം. ഈ മറ്റുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവന് അവരുടെ അടുക്കൽ താമസിക്കുന്നത് കൊണ്ട് ഇവൻ്റെ ശാരീരിക ആവശ്യങ്ങളൊന്നും ചിലപ്പോൾ നടക്കൂല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇവൻ്റെ ഭാര്യയാണ്, അപ്പോൾ അവിടെ താമസിക്കണം. ചിലപ്പോൾ ആ മറ്റ് പെണ്ണുങ്ങൾക്ക് രോഗമായിരിക്കാം, അതല്ലെങ്കിൽ അവർ മെൻസസ്സുകാരികളായിരിക്കാം എന്നൊക്കെ അവിടെ അടിക്കുറിപ്പിൽ ചേർക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. ഒരു പെണ്ണിൻ്റെ അടുക്കൽ എത്ര താമസിച്ചു, ഒരു ദിവസം, ഉദാഹരണം ഒരു ദിവസം ഒരു പെണ്ണിൻ്റെ അടുക്കൽ താമസിച്ചാൽ ആ ഒരു ദിവസം മറ്റേ പെണ്ണുങ്ങളുടെ അടുക്കലും പോയി താമസിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഇതിൽ വിഹിതം നൽകേണ്ടതുണ്ട്. പിന്നെ അതിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരാം. ഇല്ല മുദ്ദത്ത സിഫാഫി ബിൽ ജദീദ, അങ്ങനെ ഒരു പെണ്ണിനെ ഇവൻ ഇപ്പോൾ പുതുതായി കല്യാണം കഴിച്ചു, അപ്പോൾ അവിടെ ഒരു മധുവിധുവിൻ്റെ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഇവിടെ സാധാരണ അങ്ങനെ ഓർഡറായിട്ട് പോകും പോലെ കൃത്യമായിട്ട് ആ ക്രമമായിട്ട് അങ്ങനെ പോകേണ്ടതില്ല. ആ മധുവിധുവിൻ്റെ കാലഘട്ടത്തിന് ആ പെണ്ണിനോടൊരു പ്രത്യേകത കൊടുക്കണം. ഫഹിയ, ആ കാലഘട്ടം എന്ന് പറയുന്നത് ലിൽ ബിക്കിരി, കന്യക പെണ്ണാണ് പുതുതായി വന്നിട്ടുള്ളതെങ്കിൽ സബുഉം ബിലാ ഖലാഇൻ, അത് 7 ദിവസം ആ പെണ്ണിന് അർഹതപ്പെട്ടതാണ്. ആ 7 ദിവസം ഇവിടെ ഇവൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ അതേ 7 ദിവസം ഇനി മറ്റുള്ള പെണ്ണുങ്ങൾക്ക് ഖലാ വീട്ടി കൊടുക്കണം, നഷ്ടപരിഹാരം എന്ന നിലക്ക് കൊടുക്കണം എന്ന് പറയേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരാൾക്ക് ഒരു ഭാര്യ ഉള്ളത്, അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അയാൾ പുതുതായിട്ട് മറ്റൊരു കല്യാണം കഴിച്ചു, അത് ഒരു ബിക്റ് പെണ്ണാണ്, ഒരു കന്യക പെണ്ണാണ് എങ്കിൽ അവളൊരു പുതു പെണ്ണാണ് എന്നതിൻ്റെ പേരിൽ 7 ദിവസം അവിടെ അവകാശപ്പെട്ടതാണ്, നിർബന്ധമായിട്ടും അവൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 7 ദിവസം ഇവിടെ തങ്ങിയതിൻ്റെ പേരിൽ ഈ ഇത്രയും ദിവസം 7 ദിവസം മറ്റവളുടെ അവകാശത്തിൽ ഇനി വരൂല. അതായത് ഇവിടെ തങ്ങിയതിൻ്റെ പേരിൽ ഒരു പരിഹാരം എന്ന നിലക്ക് മറ്റവൾക്ക് ആ 7 ദിവസം അവിടെ താമസിച്ചു കൊടുക്കണം ആ പഴയ ഭാര്യയുടെ അടുക്കൽ എന്ന് പറയേണ്ടതില്ല. 7 ദിവസം ഇവിടെ താമസിക്കുക, അത് ഇവളുടെ അവകാശമാണ്, ഈ പെണ്ണിൻ്റെ, പുതിയ പെണ്ണിൻ്റെ. ഇനി പുതിയതായി വന്ന പെണ്ണ് ഒലി സയ്യിബി, അവൾ ഒരു കന്യകയല്ലാത്ത പെണ്ണാണെങ്കിലോ, അതായത് ഇയാളിപ്പോൾ വേറൊരു കല്യാണം കഴിച്ചത് മുമ്പ് കെട്ടിച്ച പെണ്ണിനെ തന്നെയാണ്, മുമ്പ് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ തന്നെ ഇയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഭർത്താവ് ഒഴിവാകുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ഇയാൾ ഒരു ഭാര്യയായിട്ട് സ്വീകരിച്ചു എങ്കിൽ ആ പെണ്ണിന് സലാസുൻ 3 ദിവസം, അങ്ങനെ അവളിപ്പോൾ ഒരു പുതിയ ഭാര്യയായിട്ട് വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ 3 ദിവസം അവൾക്ക് കൊടുക്കാം. ബിലാ ഖലാഇൻ, ആ 3 ദിവസത്തെ ഖലാ വീട്ടി കൊടുക്കേണ്ടതില്ല. കന്യകയല്ലാത്ത പെണ്ണ് ഭാര്യയായിട്ട് വന്നു എങ്കിൽ അവൾക്ക് ഇയാളുടെ മുമ്പിൽ അവളൊരു പുതിയ ഭാര്യ ആയതുകൊണ്ട് അവൾക്കൊരു 3 ദിവസം അവകാശപ്പെട്ടതാണ്. അങ്ങനെ 3 ദിവസം അവളുടെ അടുക്കൽ താമസിച്ചതിൻ്റെ പേരിൽ മറ്റ് ഭാര്യമാർക്ക് അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ആ ദിവസങ്ങൾ ഖലാ വീട്ടി കൊടുക്കേണ്ടതില്ല. ഇനി ഔ സബുൻ, അല്ലെങ്കിൽ ഇവളൊരു പുതിയതായിട്ട് ഇയാളുടെ അടുക്കൽ ഭാര്യയായി വന്നു എന്ന നിലക്ക് 7 ദിവസം വേണമെങ്കിൽ അവൾക്ക് കൊടുക്കാം. പക്ഷേ ബി ഖലാഇൻ, അപ്പോൾ 7 ദിവസം ഇവിടെ നിന്നാൽ അവൾക്ക് മറ്റുള്ള പെണ്ണുങ്ങൾക്ക് ആ 7 ദിവസം ഖലാ വീട്ടി കൊടുക്കേണ്ടി വരും. മറ്റുള്ള ഓരോ പെണ്ണുങ്ങളുടെ അടുക്കലും ഇവളുടെ അടുക്കൽ നിന്ന 7 ദിവസം പരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. വലാ കസ്മ ലി നാഷിസത്തിൻ, വഴക്കടിച്ച പെണ്ണിന് ഈ പറഞ്ഞ വിഹിതം ഇല്ല. 2 ഭാര്യമാർ ഒരാൾക്കുണ്ട്, അപ്പം അങ്ങനെ അയാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ ഒരു ദിവസം മറ്റോടത്തിൽ, അങ്ങനെ, അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ അപ്പം 2 ദിവസം മറ്റിടത്ത്, ഇങ്ങനെ പോകുക. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന്
നുഷൂസ് ഉണ്ടായി, അതായത് വഴക്ക് എന്ന സംഗതി ഉണ്ടായി ഇയാളോട്. അങ്ങനെ വഴക്കുണ്ടായാൽ, അതായത് ഇയാൾക്ക് വഴിപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കുന്നതിൽ നിന്ന് അവൾ മാറി, അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവൾക്ക് അതിനുള്ള അവകാശമില്ല, ഈ പറഞ്ഞ വീതം എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടായാൽ പിന്നെ അതിന് പരിഹാരം കാണണം, അതിൽ നിന്ന് അവൾ മാറി വിധേയപ്പെടലിലേക്ക് വരണം, അപ്പോഴാണ് പിന്നെ അവൾക്ക് അവകാശം ഉണ്ടാവുക. അതേപോലെ സഗീറത്തിൻ, ഒരു പെണ്ണ് ചെറിയ പെണ്ണാണ്, അവളങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിനുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും എത്തിയിട്ടുള്ള പെണ്ണല്ല, ചെറിയ പെണ്ണാണ്, ഭാര്യയാണ്. അവൾക്കും ഈ പറഞ്ഞ കസ്മ, ഈ ദിവസങ്ങളുടെ വീതം എന്നുള്ളത് കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ മുഅ്തദ്ദത്തിൻ അൻ വത്ഇ ശുബ്ഹത്തിൻ, ശുബ്ഹയുടെ പേരിലുള്ള ഒരു ലൈംഗിക ബന്ധം നടന്നു, അതിൻ്റെ പേരിൽ ഒരു പെണ്ണ് ഇദ്ദയിരിക്കുകയാണ്. അതായത് ഒരാൾക്ക് 2 ഭാര്യയുണ്ട്, ഉദാഹരണം പറയാം. ആ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ശുബ്ഹത്തിൻ്റെ വത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു കക്ഷി അയാളുടെ ഭാര്യയാണെന്ന് കരുതി ഈ പെണ്ണിനെ ലൈംഗിക ബന്ധം നടത്തി. അപ്പോൾ അവിടെ ഈ പെണ്ണ് ഇദ്ദരിക്കണം. അവളുടെ 3 ശുദ്ധി കാലഘട്ടം കഴിയുന്നത് വരെ ഇദ്ദ എന്നൊരു സംഗതി ഉണ്ടാവും. ആ ഇദ്ദ പീരിയഡിലാണ് ഈ പെണ്ണ് കഴിഞ്ഞുകൂടുന്നത്. ആ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന് ഈ അവളുടെ യഥാർത്ഥ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ള താമസ വിഹിതം, കൂടെ പാർക്കുക എന്ന വിഷയത്തിലുള്ള വീതം അവൾക്ക് കൊടുക്കേണ്ടതില്ല. ഇനി വേറൊരാളുണ്ടോ, മുസാഫിറത്തിൻ ബി ഇദ്നിഹി ലിഹാജത്തിഹ, ഒരു പെണ്ണ് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ യാത്ര പോയി. എന്തിന്? അവളുടെ എന്തോ കാര്യത്തിന് വേണ്ടി യാത്ര പോയി, ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെ. ആ യാത്ര പോയ പെണ്ണിനും അവളുടെ കാര്യത്തിന് വേണ്ടി പോയതാണ്, അവൾക്കും വിഹിതം എന്നുള്ളത് ഈ പറയണത്, നമ്മൾ ഈ വീതം എന്നുള്ളത് ഇല്ല. വയുസന്നു തസ്വിയത്തു ബൈനഹുന്ന ഫി ജമീഇ അൻവാഇൽ ഇസ്തിംതാഇ, സുഖമെടുക്കലുണ്ടല്ലോ, ഇവളെ പെണ്ണുമായിട്ടുള്ള സുഖിക്കൽ, അതിൻ്റെ വിവിധങ്ങളായ ഇനങ്ങളുണ്ടാകും. ആ എല്ലാ ഇനങ്ങളിലും എല്ലാ പെണ്ണുങ്ങളുടെ ഇടയിൽ സമപ്പെടുത്തൽ എന്നുള്ളത് സുന്നത്താണ്. എല്ലാവരെയും ഒരേ രീതിയിൽ പെരുമാറുക, സുഖമെടുക്കലിൻ്റെ വിവിധ വിഷയങ്ങളിൽ, ആ വിഷയങ്ങൾ എല്ലാവരുടെ അടുക്കലും സമപ്പെടുത്തൽ സുന്നത്തുണ്ട്, അത് നിർബന്ധമുണ്ട് എന്ന് പറയൂല. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വലാ യുആഖദു ബി മൈലിൽ ഖൽബി ഇലാ ബഅദിഹിന്ന, അവിടെ അടിക്കുറിപ്പിൽ കാണാം. പല ഭാര്യമാരുണ്ടാകുമ്പോൾ ഒരു ഭാര്യയോടാണ് ഇവൻ്റെ മാനസികമായ ചായ്വ് കൂടുതൽ, അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അതിൻ്റെ പേരിൽ അവന് ഒരു പ്രശ്നവുമില്ല, ഒരു പണിഷ്മെൻറ്റോ അവനൊരു കുറ്റമുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം അതവൻ്റെ ഒരാളുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല അത്, ഈ മാനസിക ചായ്വ് എന്നത്. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു മാനസിക ചായ്വിൻ്റെ പേരിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന അവകാശത്തിൽ വ്യത്യാസപ്പെടുത്തൽ പാടില്ല. അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഈ ചായ്വിൻ്റെ പേരിൽ ആ ചായ്വ് കൂടുതലുള്ള പെണ്ണിന് സൗകര്യം കൂടുതൽ കൊടുക്കുക, അപ്പോൾ അതിൻ്റെ പേരിൽ ഇവന് റബ്ബ് ശിക്ഷ കൊടുക്കും. വയബ്ദഉൽ കസ്മ ഉജൂബൻ, നിർബന്ധമായിട്ടും കസ്മ, ഈ വീതം എന്നത് ആരംഭിക്കേണ്ടതാണ് ബിൽ ഖുർഅത്തി, നറുക്കിടൽ കൊണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാണ്, ഇയാളിപ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെ അടുക്കൽ ഇങ്ങനെ കറക്റ്റായിട്ട് 2 ഭാര്യമാരുണ്ട്, ആ 2 ആളുടെ അടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ താമസിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ ആ താമസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാളൊന്ന് ഉംറക്ക് പോയി, ഒരു ഉദാഹരണം പറയാം. അപ്പം പിന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇനി ആദ്യം എവിടെ താമസിക്കണം? അപ്പം അതിന് നറുക്കിടണം എന്നാ പറയണം, നറുക്കെടുപ്പ് നടത്തണം. വാക്കല്ലുൽ കസ്മി, ഈ വിഹിതത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത്, അഫ്ദലുഹു, അതിൻ്റെ ഏറ്റവും നല്ല രൂപവും, ലൈലത്തുൻ ലി കുല്ലി വാഹിദത്തിൻ, ഓരോ പെണ്ണിനും ഓരോ രാത്രി, ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഒരു രാത്രി, അടുത്ത രാത്രി മറ്റേ പെണ്ണിൻ്റെ അടുക്കൽ, ഈ രീതിയിൽ പോകലാണ് ഏറ്റവും നല്ലത്. ഇനി അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളുടെ അടുക്കൽ 2 ദിവസം അടുപ്പിച്ച് തുടർച്ച, അപ്പോൾ 2 ദിവസം
മറ്റേ ആളുടെ അടുക്കൽ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആവാം. പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും ചുരുങ്ങിയതും ഈ പറയണതാണ്. ഒരു രാത്രി ഒരാൾക്ക്, ആ രീതിയിൽ പോകാനാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു രാത്രിയേക്കാൾ താഴേക്കുള്ള കുറഞ്ഞ സമയം ഒരാൾക്ക് കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു രാത്രിയുടെ പകുതി ഒരാൾക്ക്, അടുത്ത പകുതി മറ്റേ ആൾക്ക്, അത് പറ്റൂല, അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇനി കൂടിപ്പോയാൽ എവിടം വരെ പോകാം? അക്സറുഹു, ഈ വീതം വെക്കലിൽ ഏറ്റവും അധികമായി പോകാവുന്നത് സലാസുൻ, 3 രാത്രിയാണ്. അപ്പോൾ അടുപ്പിച്ച് 3 രാത്രി ഒരാളുടെ അടുക്കൽ, അപ്പോൾ അതേപോലെ 3 രാത്രി മറ്റേ ആളുടെ അടുക്കലും. അങ്ങനെ ഫലായ ജൂസ്, അപ്പോൾ അനുവദനീയമാവുകയില്ല. അക്സറു മിൻഹ, 3-നേക്കാൾ കൂടുതൽ എന്നുള്ള പരിപാടി പറ്റൂല. അതായത് ഒരാളുടെ അടുക്കൽ 3-ൽ കൂടുതൽ ദിവസം താമസിക്കൽ അത് പറ്റൂല. ഇല്ലാ ബിരിദാഹുന്ന, അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളുടെ അങ്ങനെ വേണമെങ്കിൽ അതിന് പ്രത്യേകമായി അവരുടെ തൃപ്തി വേണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഒരാഴ്ച ഫുള്ള്, അടുത്ത പെണ്ണിൻ്റെ അടുക്കൽ ഒരാഴ്ച. അപ്പോൾ അവരോട് ചോദിക്കണം, അവർക്കിപ്പോൾ 2 ആളാണെങ്കിൽ 2 ആൾക്കും അതിന് തൃപ്തിയാണ്, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ പറ്റും. അങ്ങനെ തൃപ്തി ഇല്ലെങ്കിൽ അടുപ്പിച്ച് ഒരാളുടെ അടുക്കൽ നിൽക്കൽ എന്നുള്ളത് 3 ഏറ്റവും കൂടുതൽ. ആ രീതിയിലാണ് അത് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് ഒരു ദിവസം ഇവിടെ, അടുത്ത ദിവസം മറ്റടുത്ത്, ഇതേറ്റവും നല്ലത്. ഈ രാത്രി എന്ന് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രാത്രി കഴിഞ്ഞാൽ പിന്നെ പകലോ എന്നുള്ള ചോദ്യമുണ്ട്. അത് നമ്മൾ താഴെ പറയുന്നുണ്ട്. ഒരു രാത്രി ഒരു പെണ്ണിന് അവകാശപ്പെട്ടാൽ ആ രാത്രിയുടെ പകൽ എന്നുള്ളതും അതിൻ്റെ അനുബന്ധമാണ്. അപ്പോൾ ആ പകലും അവിടെ തന്നെയാണ്. അതിവിടെ താഴെ പറയുന്നുണ്ട്. വൽ അസ്ലു ഫിൽ ഖസ്മി ലി ആമിലിൻ നഹാരി, പകല് പണിക്ക് പോകുന്ന ആളാണെങ്കിൽ അയാളുടെ ഈ വീതം വക്കലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലൈലു, രാത്രിയാണ്. അതായത് പകലിൽ തൊഴിലെടുക്കാൻ പോകുന്ന ആൾ, അയാളുടെ വിഹിതത്തിൻ്റെ അടിസ്ഥാനപരമായ എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് കൂടെ താമസിക്കുന്ന അതിൻ്റെ മർമ്മമായ പ്രധാന സമയം എന്ന് പറയുന്നത് അവിടെ വരുന്നത് രാത്രിയാണ്. അപ്പം രാത്രിയിൽ പെണ്ണിൻ്റെ കൂടെ പാർക്കുന്നു. ആ രാത്രിയുടെ പകലുണ്ടാവുമല്ലോ, രാത്രി കഴിഞ്ഞിട്ടുള്ള പകല്, ആ പകല് ഇയാൾ പണിക്ക് പോകുന്നു. എന്നാൽ ഒലി ആമിലിൽ ലൈലി, രാത്രിയിലാണ് ഇയാൾ പണിക്ക് പോകണമെങ്കിലോ, ഒരാളുടെ പണി രാത്രിയിലാണ്, തൊഴിൽ. അങ്ങനെയാണെങ്കിൽ അവളോട് കൂടെ താമസിക്കൽ എന്നതിൻ്റെ പ്രധാന ടൈം അന്നഹാറു, പകലാണ്. അപ്പം രാത്രി പോകും, അത് കഴിഞ്ഞിട്ടുള്ള പകൽ ഇവളോട് കൂടെ താമസിക്കുന്നു എന്നതാണ് അതിൻ്റെ രൂപം. അപ്പോൾ വലാ തജിബു തസ്വിയത്തു ഫി ഖദരിൽ ഇഖാമത്തി ഫി ഗൈരിൽ അസ്ലി. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വ്യക്തിയുടെയും ഈ പെണ്ണിനോട് കൂടെ താമസിക്കുന്നതിൻ്റെ ഒരു അസ്ല് സമയമുണ്ട്. അസ്ല് സമയം ചിലപ്പോൾ രാത്രിയാവാം, ചിലപ്പോൾ പകലാവാം. എന്ന് പറഞ്ഞാൽ അത് പണിക്കനുസരിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ആ പ്രധാന മർമ്മമായ ടൈം, അസ്ല് ടൈം, ആ അസ്ല് ടൈം അടിസ്ഥാന ടൈം അല്ലാത്ത സമയത്തിൽ ഇവരുടെ അടുക്കൽ താമസിക്കുന്ന വിഷയത്തിൽ സമപ്പെടുത്തൽ നിർബന്ധമില്ല. അന്നഹു, എന്തുകൊണ്ട്? ആ അസ്ല് ടൈം, അസ്ല് സമയം അല്ലാത്ത, അടിസ്ഥാന സമയം അല്ലാത്ത സമയം എന്ന് പറയുന്നത് വഖ്തു തറദ്ദുദി, അത് വെറുതെ കേവലം ഒരു വന്നുപോകലിൻ്റെ ടൈമാണത്. അതുകൊണ്ട് ആ ടൈമിൽ ഈ പെണ്ണുങ്ങളുടെ അടുക്കൽ എത്ര സമയം താമസിച്ചു, ഒരു പെണ്ണിൻ്റെ അടുക്കൽ അസ്ല് ടൈം, അടിസ്ഥാന ടൈം അല്ലാത്ത ടൈമിൽ എത്ര സമയം ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഉണ്ടായി. ഉദാഹരണം പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പകലാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ ഭാര്യയുടെ അടുക്കൽ താമസിക്കൽ, പാർക്കൽ എന്നതിൻ്റെ അടിസ്ഥാന സമയം എന്ന് പറയുന്നത് അയാൾക്ക് രാത്രിയാണ്. അപ്പോൾ അയാൾ ആ രാത്രിയുടെ സമയമല്ലാത്ത മറ്റുള്ള പകല്, ആ പകല് ഒരു പെണ്ണിൻ്റെ അടുക്കൽ ഉണ്ടായത്, ഉദാഹരണം പറയാം, ഒരു പെണ്ണിൻ്റെ അടുക്കൽ പകലിലുണ്ടാകുന്നത് എത്ര സമയമാണോ അതേ സമയം തന്നെ ഇയാൾ പകൽ മറ്റേ പെണ്ണിൻ്റെ അടുക്കൽ ഉണ്ടാകണം. ഇവിടുത്തെ താമസം കഴിഞ്ഞ്, ഒരു ഭാര്യയുടെ അടുക്കലുള്ള താമസം കഴിഞ്ഞ് മറ്റേ ഭാര്യയുടെ അടുക്കലേക്ക് ഇയാൾ പോകുമ്പോൾ അവിടെ പകൽ താമസിക്കുന്നത് എത്രയാണോ അതേ സമയം തന്നെ, കറക്റ്റ് സമയം ഈ മറ്റേ ഭാര്യയുടെ അടുക്കലും താമസിക്കണം.
പകൽ ടൈം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പകൽ ടൈം എന്ന് പറഞ്ഞത് ഭാര്യയോടൊത്തുള്ള സഹവാസം എന്ന് പറഞ്ഞത് അതൊക്കെ ഒരു വന്നു പോകലാണ്. കാരണം എന്തുകൊണ്ട്? പകൽ അയാൾ പണിയുടെ ആളാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുക്കൽ പകലുണ്ടായിരുന്നത് എത്ര മണിക്കൂറാണോ അത്ര മണിക്കൂർ തന്നെ മറ്റേ പെണ്ണിൻ്റെ അടുക്കൽ ഉണ്ടാകണം എന്ന് പറയേണ്ടതില്ല. അത് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വരാം, അതിന് വിഷയമില്ല. മാത്രമല്ല വലഹു അവന് പറ്റും യദുഹുലാഫി അസിലി വാഹിദത്തിൻ, ഒരു പെണ്ണിൻ്റെ താമസത്തിൻ്റെ അടിസ്ഥാന സമയത്ത് തന്നെ അവന് പോകാം. അലാ ഉഹ്റ മറ്റേ പെണ്ണിൻ്റെ അടുക്കലേക്ക് പോകാം. ഈ ലറൂറത്തിന് എന്തെങ്കിലും ഒരു നിർബന്ധമായ സാഹചര്യം ഉണ്ടായാൽ. അതായത് നമ്മൾ പറയുന്നത് രാത്രിയാണ് പെണ്ണിനോടൊത്തുള്ള താമസത്തിൻ്റെ മെയിൻ സമയം. കാരണം ഇയാളെ പകലാണ് ഇയാളുടെ പണി തൊഴിൽ എങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുക്കലാണ് ഇപ്പോൾ അയാളുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ രാത്രിയിൽ ഈ പെണ്ണിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് തന്നെ ആ രാത്രി തന്നെ ഇയാൾക്ക് മറ്റേ ഭാര്യയുടെ അടുക്കലൊന്ന് പോകാം. എന്തേ? ഒരു നിർബന്ധ സാഹചര്യം വന്നതുകൊണ്ട്. ഏതാ നിർബന്ധ സാഹചര്യം? കൽ ഖൗഫി അല ഇയാലിഹി, അയാളുടെ മക്കള്, കുടുംബം, ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ എന്തോ പേടി സംഭവിച്ചു. മിൻ ഹരീഖിൻ, ഒരു ഉദാഹരണം പറയാം, തീപിടുത്തത്തിൻ്റെ പേടിയുണ്ടായി. അതായത് ഒരു ഭാര്യയുടെ അടുക്കൽ രാത്രി താമസിക്കുകയാണ്. ആ രാത്രി സമയത്ത് ഇയാൾ മറ്റേ ഭാര്യയുടെ അടുത്ത് പോയി. എന്തേ? അവിടെ എന്തോ തീപിടുത്തമുണ്ടായി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരു പേടിയല്ലേ, ഒരു നിർബന്ധിത സാഹചര്യമല്ലേ, അതിൻ്റെ പേരിൽ അയാൾക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ പോകുന്നതിന് വിരോധം ഇല്ല, നിർബന്ധ സാഹചര്യം വന്നതുകൊണ്ട്. അങ്ങനെ നിർബന്ധ സാഹചര്യം ഇല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുക്കൽ താമസിക്കുന്നതിൻ്റെ മെയിൻ സമയം, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പകൽ പണിക്ക് പോകുന്ന ആൾക്ക് രാത്രിയാണ് മെയിൻ സമയം. ആ സമയത്ത് ആ രാത്രിയിൽ മറ്റേ ഭാര്യയുടെ അടുക്കൽ പോകാൻ പാടില്ല എന്ന്. അങ്ങനെ നിർബന്ധ സാഹചര്യം ഇല്ലെങ്കിൽ പോകാൻ പാടില്ല. അങ്ങനെ നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ പോവാം.